അസാധുവായെങ്കിലും 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾക്ക് ഇപ്പോഴും വിലയുണ്ട്. സംസ്ഥാനത്തെ ബാങ്കുകളിൽ മടക്കി നൽകിയ അസാധു നോട്ടുകൾ എങ്ങോട്ട് പോകുന്നുവെന്നറിഞ്ഞാൽ അതിന്റെ കാരണവും അറിയാം. ഈ ചാക്കുകെട്ടുകളിൽ ഉള്ളതെല്ലാം നോട്ടുകളാണ്. 500-ന്റെ 1000-ന്റെ അസാധുവാക്കിയ നോട്ടുകൾ. വ്യാജനല്ല, എല്ലാം ഒറിജിനൽ. എന്നാൽ ഇങ്ങനെ നുറുക്കിയതാണെന്ന് മാത്രം. ഇത് കണ്ണൂർ വളപട്ടണത്തെ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് കമ്പനി. തിരിച്ചെടുത്ത അസാധു നോട്ടുകൾ ടൺ കണക്കിന് ഇങ്ങോട്ടേക്ക് എത്തുന്നു. റിസർവ് ബാങ്കിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന്. ബാങ്കിലും പോസ്റ്റ് ഓഫീസിലുമെല്ലാം മണിക്കൂറുകൾ വരുന്നെന്ന് നമ്മൾ മടക്കിക്കൊടുത്ത 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ സെക്കൻഡുകൾ കൊണ്ട് അരഞ്ഞില്ലാതാവുന്നുണ്ട് ഇവിടെ. പല യന്ത്രങ്ങളിൽ മരക്കഷ്ണങ്ങൾക്കൊപ്പം കയറിയിറങ്ങി ഹാർഡ് ബോർഡും സോഫ്റ്റ് ബോർഡുമായി മാറും. റൈറ്റിംഗ് പാഡുകളും ഫ്രെയിമുകളുമായി പുറത്തിറങ്ങും. കത്തിക്കുന്നതിന് പകരം അസാധു നോട്ടുകൾ വിൽക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിക്കുകയായിരുന്നു. കരാർ ലഭിച്ചത് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സിന്. അതും നോട്ടുകൾ റദ്ദാക്കിയ നവംബർ 8-ന് മുമ്പ്. അന്ന് ഞങ്ങൾക്ക് സൂചന തന്നത് ഇങ്ങനെ റെഗുലറായിട്ട് സോയിൽ നോട്ട്സ് എടുക്കുന്നു, അത് റിസർവ് ബാങ്ക് നശിപ്പിക്കുന്നു, അത് ഷ്രെഡ് ചെയ്യുന്നു, ബ്രിക്കറ്റ് ആക്കുന്നു എന്ന് മാത്രം. ഞങ്ങൾ അത് വേറൊന്നും അറിഞ്ഞില്ല. ആക്ച്വലി ഇത് ഞങ്ങളെ ഫിനിഷ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും ഇംപ്രൂവ്ഡ്. ഇതും കൂടി അതൊരു സക്സസ്ഫുൾ ആയി. 2 ആഴ്ച മുമ്പ് കോടികൾ മതിപ്പുണ്ടായിരുന്ന നോട്ടുകൾ പ്ലൈവുഡ് കമ്പനിക്ക് നൽകുമ്പോൾ റിസർവ് ബാങ്കിന് കിട്ടുന്നത് എന്തെന്നും കേൾക്കണം. ഒരു മെട്രിക് ടണ്ണിന് വെറും 250 രൂപ. ലോറി വാടകയും റിസർവ് ബാങ്കിന്റെ വക. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.